എല്ലാവരും എന്റെ അച്ഛനെന്ന് വിളിച്ചാൽ എങ്ങനെ? അച്ഛൻ എന്റേത് മാത്രമല്ലേ? എന്തൊരു അന്യായമാണിത്! ആ ഞാവാണ് ചെറുക്കൻ ഇത്ര വലിയ അഹങ്കാരവും. ഒന്നും പറയാതിരിക്കുന്നതാ ഭേദം. ചെല്ലപ്പുള്ളിക്ക് ഇത്രയും മക്കളാണ്. നിർത്തണടാ, ഞാൻ വിളിച്ചോളാം. പിള്ളേടെ അച്ഛൻ സിന്ദാബാദ്, സിന്ദാബാദ്, സിന്ദാബാദ്. പിള്ളേച്ചൻ സിന്ദാബാദ്. തമ്പിമാരെ, തണ്ടന്മാരെ, തണ്ടിടിച്ച് സൂപ്പാക്കും. തമ്പിമാരെ, തണ്ടന്മാരെ. ചേച്ചി ഇവിടെ നിന്ന് അളിയാൻ നോക്കി, ഞങ്ങൾ ഇപ്പൊ വരാം. തണ്ടിടിച്ച് സൂപ്പാക്കും. എടാ നമുക്ക് നീ സമരം ചെയ്യോടാ. നൊന്തില്ലയോ? നൊന്തില്ലയോടാ? നൊന്തില്ലയോ? നിനക്ക് സമരം ചെയ്യണോ അല്ലേടാ? ഞാൻ പറഞ്ഞ അനുസരിക്കില്ലല്ലേ? അച്ഛൻ പറഞ്ഞ ഞങ്ങൾ അത് ചെയ്തത്. പിന്നെ ബോർഡും ബാൻഡും എഴുതാൻ പണം തന്നത് അച്ഛനാ. അങ്ങേർക്ക് അവിടെ കിടന്ന് തല്ലുകൊള്ളാൻ വയ്യെന്നും പറഞ്ഞു. നീ പറയുന്നത് സത്യമാണോ? അമ്മയാണ് സത്യം. ഫോന് നൊന്തോ? പിന്നെ തല്ലിയാ മതിരിക്കോ? അത് മുട്ടും തവി കൊണ്ടല്ലേ തല്ലിയത്. സാരേ, അമ്മ കാര്യം അറിയാതെ തല്ലിയതല്ലേ. എന്ന് ചുമ്മാ പറഞ്ഞ വേദന പോവോ? മോൻ എന്താ വേണ്ടത് പറയും. ഇടിയപ്പം ഉണ്ടാക്കി തരുമോ? ഇടിയപ്പം തന്നെ വേദന മാറുമോ? പിന്നെ ഇടിയപ്പം തിന്നാ വേദന പോവുമേ. ഉണ്ടപ്പക്കം എപ്പോഴും പറയും വേദന വരുമ്പോഴൊക്കെ ഇടിയപ്പം തിന്നാ മതിയെന്ന്. ശരി, പിള്ളേക്ക് ഇടിയപ്പം കിട്ടി, ഞങ്ങൾക്ക് ഇടിയും കിട്ടി. എന്തൊരനീതി! ചുമ്മാ ഞാൻ നശിക്കുന്നത്. നിങ്ങൾക്ക് ഇടിയപ്പം ഉണ്ടാക്കി തരാൻ ഞാൻ അമ്മയോട് പറയാം. എന്താ? അയ്യോ രക്ഷിക്കണേ! അയ്യോ രക്ഷിക്കണേ! രത്നമ്മയുടെ വിളിയിലേ കേൾക്കുന്നത്. ഓടി വരണടാ, ഓടി. അയ്യേ, പിന്നെയും പിള്ള പറ്റിപ്പോയേ. എല്ലാം മണ്ട ശിരോമണികളാ. കുറച്ച് കൂടുന്നുണ്ട് കളി. പിന്നെ നിങ്ങൾ മാത്രം കളിച്ചു നടന്നാ മതിയോ? നിങ്ങളുടെ കൂടെ കളിക്കാൻ എന്നെ വിളിക്കാത്ത എന്താ? എന്നെ മാറ്റത്തിനുമേ നമുക്ക് അച്ഛനും അമ്മയും കളിക്കാം. നിന്റെ മനസ്സിൽ എന്നെ എടുക്ക വേണ്ട കേട്ടോ. ആ പിന്നെ നമ്മുടെ കോയ എവിടെ പോയി? ഒന്ന് ചുമ്മാ അറിയടാ. ഇങ്ങോട്ട് നീങ്ങിക്കടാ. നീയെല്ലാം കൂടെ ഒരു മണിക്കൂറിന് നാടകത്തിനുണ്ടെന്നേ. എന്റെ നാടകവും പൊളിച്ച് കയ്യിലിന്റെ 125 രൂപയും പോയി. എന്നിട്ടിപ്പോ ഒരു ഒളിച്ചോട്ടം. അതല്ല, പിന്നെ ഞാൻ പെട്ടെന്ന് സ്കൂളിൽ കൊടവെച്ച് പോയത് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതെടുക്കാൻ പോയതാ. രണ്ടുപേരും ഒന്നിച്ച് കുടവെച്ച് മറക്കുകയും ചെയ്ത് ഒന്നിച്ചോർക്കുകയും ചെയ്ത്. എടാ കൊച്ചുകടി പേരുകളെ, കക്കാൻ പഠിച്ചാൽ നിക്കാനും പഠിക്കണോ എന്നെ പോലെ? അപ്പൊ ഞങ്ങൾ പോട്ടെ. പോത്തേന്നോ? എന്റെ 125 ഉലുവ മേടിച്ചേ പുട്ടും പയവും കുഴച്ചു നിന്നപ്പോഴേ നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നല്ലോ.
നിന്നെ കൊണ്ടൊക്കെ കാറ് വലിച്ചെങ്കിലും ഞാൻ മുതലാക്കും. എന്റെ 125 രൂപയേ. എല്ലാം കേറിക്കോ, വഴി നോക്കിടാ. ഞങ്ങളുടെ വണ്ടിക്ക് ഒന്നിടിച്ചു. ഇടി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എല്ലാം കൊണ്ട് മാറിക്ക്. അമിട്ടുകളുടെ മുട്ട നിൽക്ക. കാര്യമൊക്കെ കൊള്ളാം. എന്റെ ദേഹത്തോട്ടാണല്ലോ. പിന്നെ ഞാൻ കണ്ണും മൂക്കും നോക്കത്തില്ല. പറഞ്ഞേക്കാം. അങ്ങനെയാണ്. അങ്ങനെ തന്നെ. എടാവേ, മുട്ടിലൊന്നും നിൽക്കണ്ട. എഴുന്നേറ്റ് ചുമ്മാ പോടാമല്ലേ. നിർത്തണേ. അയ്യോ 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 ശങ്കർ, സിനിമാറ ശങ്കർ, മഞ്ഞുമല്ലി പൂക്കൾ. നിനക്കെന്താ അവിടെ കാര്യം? മുഖം കുറെ കാലം കൂടി ഇങ്ങനെ ഇരിക്കണമെങ്കിൽ വേഗം സ്ഥലം വിട്ടോ. ഞാൻ പോയേക്കാം. ആ പാവത്തിനെ വെറുതെ വിട്ടേക്ക്. കേരളത്തില് സമ്മതിച്ചിരിക്കുന്നു. കള്ളക്കേറുള്ള മക്കളെ പാവപ്പെട്ട് എന്ന് സമ്മതിച്ചിരിക്കുന്നു. സിനിമയിൽ മാത്രമല്ല, ജീവിതത്തിലും നിങ്ങൾ നായകൻ തന്നെ. ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്. സ്വീകരൻ. ഇത് സാരമില്ല, എനിക്ക് സാധാരണ കിട്ടാറുള്ള ഒരു പോകാം.
വരട്ടെ. സാറേ, ഒരു സംശയം. ഇത് രജനി സ്റ്റൈലോ അതോ ജയൻ സ്റ്റൈലോ? ദിസ് ഈസ് ശങ്കർ സ്റ്റൈൽ. ഇതാണല്ലേ കള്ളൻ. നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യം എന്താ? നേരെ ചോദിച്ചാൽ തരില്ല. പിന്നെ ഇതല്ലാതെ എന്താ മാർഗം? ഇതിന് ഒറ്റ മരുന്നേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇടിപ്പിക്കുക. വിളിക്ക പോലീസിനെ. എന്റെ പണം ഞാൻ മോഷ്ടിക്കും. അതിനെതിരായി നടപടിയെടുക്കാൻ ഈ രാജ്യത്ത് ഒരു നിയമമില്ല. വിളിക്ക പോലീസ്. നാട്ടിലെ നിയമം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ വീട്ടിലെ നിയമം നോക്കാം. ഞങ്ങളുടെ ചേച്ചിയെ നിങ്ങൾ എന്തിനാ ഇടിച്ചെന്ന് ചോദിച്ചു നോക്കേ. അതിപ്പോ ഏതായാലും ഇങ്ങനെ ഒരു വേഷം കിട്ടി. ആ നിലയ്ക്ക് കിട്ടിയ ചാൻസ് ഉപയോഗിക്കാന്ന് വെച്ചു. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അല്ലാതെ ഇവിടെ അടിക്കാൻ ഒക്കെയില്ല. അപ്പോഴേ കിട്ടിയ ചാൻസിന് ഞങ്ങളും തന്നെ ഒന്ന് പെരുമാറാൻ പോവുക. ഇദ്ദേഹം എന്റെ ഭർത്താവാണ്. ഇത് ഞങ്ങളുടെ കാര്യമാണ്. നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടണ്ട. ചേച്ചി ചേച്ചി തന്നെയാ പറയുന്നത്. നിങ്ങൾ പോയി കിടന്നുറങ്ങ. അപ്പൊ നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടല്ലേ? അയ്യോ, പിന്നില്ലയോ? ഇവിടെ അതൊക്കെ അച്ഛൻ വീട്ടിൽ പോയിക്കോളൂ. ഞാൻ സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. വേഗം വരണം. നമ്മൾ വീട് അടച്ചു പൂട്ടി ഇവിടുന്ന് പോയിട്ട് വർഷം 3-4 നീ കൂടെ വന്നിട്ട് വേണം വീടെല്ലാം അടിച്ചു വാരി ഒന്ന് വൃത്തിയാക്കാൻ. വേഗം വരണം. വേഗം വരാം. പോയിക്കോളൂ. നമുക്ക് കഞ്ഞിയും കറിയും വെച്ച് കളിക്കാം. ഈ കഞ്ഞി പരിപാടിക്കൊന്നും ഞാനില്ല. വേറെ ജോലി നോക്കാം. ഞാൻ പറയാം, നമുക്ക് കണ്ണ് കെട്ടി കളിക്കാം. രസനയും കൊടുന്നു. ആദ്യം പിള്ള കണ്ണ് കെട്ടണം. ആദ്യം പിള്ളേച്ച്. ആദ്യം പിള്ളേച്ച്. ശരി. പാട്ടോ, എല്ലാരും പാട്ടോ. പാത്തോടെ പിടിക്കാൻ പൊട്ടം വരുന്നേ. പാട്ടോ പാട്ടോ, എല്ലാരും പാട്ടോ. പാട്ടോ പാട്ടോ, എല്ലാരും പാട്ടോ. പാത്തോടെ പിടിക്കാൻ പൊട്ടം വരുന്നേ. പിടിച്ചേ. അയ്യോ, ഇതെന്തൊരു മറിമായം. രത്നമ്മ ഇങ്ങനെയായോ? വഴിപ്പോണ പെൺപിള്ളേരെ കയറി പിടിക്കാനുള്ള പുതിയ അടവായിരിക്കും. ഞങ്ങൾ പിള്ളേരൊക്കെ കളിക്കുന്നിടത്ത് കയറി വന്നാ ചിലപ്പോ ഞങ്ങൾ കയറി പിടിച്ചെന്നിരിക്കും. പിള്ളേരോ? പിന്നെ പാലുടിക്കുന്ന പ്രായമല്ലേ? പല്ല് തെറിപ്പിക്കും. ഒന്ന് ചുമ്മാ വിരി പെണ്ണേ. എന്താ വിളിച്ചത്? പെണ്ണെന്നോ? ക്ഷമിക്കണം, വേഷം കണ്ടിട്ട് വിളിച്ചതാ. സ്വഭാവം പെണ്ണിന് ചേർന്നതല്ല. ഞാൻ ആള് മോശമല്ലല്ലോ. കേട്ടോടാ അമിട്ടുകളെ, നിനക്കൊക്കെ മാത്രമേ എന്നെ പറ്റി വിലയില്ലാതെ ഉള്ളൂ. ഇഡിയറ്റ്. ഓ, പിന്നെ അങ്ങ് ഇടിക്കും. വിവരം അറിയും. തന്നെ ഞാൻ എടുത്തോളാം. വേണ്ട, എനിക്ക് നടക്കാൻ അറിയാം. വേണമെങ്കിൽ ഉണ്ടപ്പോ എടുത്തോ. ആരും കാണാതെ. വഴിയെ കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങൾക്ക് നടക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. നിങ്ങളെ കാണാൻ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ലല്ലോ. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. നാശം പിടിച്ച ശവങ്ങള്. അവര് നമ്മളെ ശവങ്ങളെന്ന് വിളിച്ചു. പെണ്ണിന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ?
ഈറ്റപ്പുലിയോ ചീറ്റപ്പുലിയോ പിടിച്ചു തിന്നാൻ വന്നതാണ്. ഈറ്റപ്പുലിയോ ചീറ്റപ്പുലിയോ പിടിച്ചു തിന്നാൻ വന്നതാണോ? കണ്ണുമിഴിക്കല്ലേ വായ പൊളിക്കല്ലേ, അയ്യോ കടുകിലൊളിക്കും ഞാൻ. ഈറ്റപ്പുലിയോ ചീറ്റപ്പുലിയോ പിടിച്ചു തിന്നാൻ വന്നതാണോ? കണ്ണുമിഴിക്കല്ലേ വായ പൊളിക്കല്ലേ, അയ്യോ കടുകിലൊളിക്കും ഞാൻ. ഈറ്റപ്പുലിയോ ചീറ്റപ്പുലിയോ പിടിച്ചു തിന്നാൻ വന്നതാണോ? ചുവന്നു തൊടുത്തു പൂങ്കവിൽ രണ്ടും ചുമ്മാ ചിരിക്കുന്നു പെണ്ണേ. ചുവന്നു തൊടുത്തു പൂങ്കവിൽ രണ്ടും ചുമ്മാ ചിരിക്കുന്നു പെണ്ണേ. നാണം വന്നു നാണം വന്നു നാണം വന്നു നാണം വന്നു നഖമൊന്നു കടിക്കടി പെണ്ണേ. മതി 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 ഇത് മതി മതി ഈ പോസ് ബസ്റ്റാണ്. ബസ്റ്റാ പെണ്ണെ പോസ് ബെസ്റ്റാ പെണ്ണെ, ബസ്റ്റാ പെണ്ണെ പോസ് ബെസ്റ്റാ പെണ്ണെ. ഈറ്റപ്പുലിയോ ചീറ്റപ്പുലിയോ പിടിച്ചു തിന്നാൻ വന്നതാണോ? കണ്ണുമിഴിക്കല്ലേ വായ പൊളിക്കല്ലേ, അയ്യോ കടുകിലൊളിക്കും ഞാൻ. ഈറ്റപ്പുലിയോ ചീറ്റപ്പുലിയോ പിടിച്ചു തിന്നാൻ വന്നതാണ്. കല്ലു വലിച്ചെറിയുന്നത് പോലെ കൊള്ളിവാക്കെറിയല്ലേ. കല്ലു വലിച്ചെറിയുന്നത് പോലെ കൊള്ളിവാക്കെറിയല്ലേ. കണ്ണനീ പണി തുടർന്നാല് കണ്ണനീ പണി തുടർന്നാല് കല്യാണം കഴിക്കില്ല പെണ്ണേ. മതി 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 ഇത് മതി മതി ഈ പോക്ക് ബസ്റ്റാണ്. ബസ്റ്റാ പെണ്ണെ പോക്ക് ബെസ്റ്റാ പെണ്ണെ, ബസ്റ്റാ പെണ്ണെ പോക്ക് ബെസ്റ്റാ പെണ്ണെ. ഈറ്റപ്പുലിയോ ചീറ്റപ്പുലിയോ പിടിച്ചു തിന്നാൻ വന്നതാണ്. കണ്ണുമിഴിക്കല്ലേ വായ പൊളിക്കല്ലേ, അയ്യോ കടുകിലൊളിക്കും ഞാൻ. ഈറ്റപ്പുലിയോ ചീറ്റപ്പുലിയോ പിടിച്ചു തിന്നാൻ വന്നതാണ്. ഈറ്റപ്പുലിയോ ചീറ്റപ്പുലിയോ പിടിച്ചു തിന്നാൻ വന്നതാണ്. ഞായറാഴ്ചത്തെ കൊഴുത്തൂടെ കഴിഞ്ഞാൽ പിന്നെ പെണ്ണിന്റെ കല്യാണമായി. സത്യം പറഞ്ഞാല് എനിക്ക് തിരിച്ചു പോകാൻ കരുതിയായി. മണവാളൻ ആരാണെന്ന് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഒരു സുന്ദര കുട്ടനായിരിക്കുമെന്നറിയാം. എന്റെ കണ്ണല്ലേ കണ്ടുപിടിച്ചത്. 1000 കുതിര കെട്ടി തേരും 1000 അമ്പാരിയും ഒന്നുമില്ല പുള്ളിക്ക്. സുന്ദരനാണെന്ന് ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടുമില്ല. എനിക്കിഷ്ടമാ. ഇഷ്ടമെന്ന് വെച്ചാ വലിയ ഇഷ്ടമാ. അത്രേ അറിയുള്ളൂ. എന്നെ ഇഷ്ടമാ. അയാൾക്ക് എന്താ ജോലി? ട്രാക്ടർ ഡ്രൈവറാ. എന്താണോ ചെക്കന്റെ ഓമന പേര്? അച്യുതനെന്ന പേര്. എല്ലാരും അച്ഛനെ വിളിക്കും. നീ എന്ത് വിളിക്കും? എന്റെ അച്ഛൻ. പേര് വിളിക്കുന്നില്ലടി പെണ്ണെ. ഓടി പെണ്ണെ, ചിങ്കാരം പറഞ്ഞു നിന്നാലേ തമ്പിമാര് പാടെ തറക്കൂല. വാ പോവാ.